MSC എൽസ-3 കപ്പൽ അപകടത്തിൽ മുങ്ങിയ കപ്പലിന്റെ അവസ്ഥ പരിശോധിക്കാനാകുമോ എന്ന് ഹൈക്കോടതി. അപകടം നാവിക ദിശാഗതിക്കോ പരിസ്ഥിതിക്കോ ദോഷമുണ്ടാക്കിയോ എന്നും കടലിന്റെ അടിത്തട്ടിൽ കപ്പൽ സൃഷ്ടിച്ച ആഘാതം പരിശോധിക്കണമെന്നും ഹൈക്കോടതി. MSC എൽസ-3 കപ്പൽ അപകടം സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനമോ മറ്റു നടപടികളോ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ. കപ്പൽ അപകടം മറ്റു കപ്പലുകളുടെ നാവിക ദിശാഗതിക്കോ പരിസ്ഥിതിക്കോ ദോഷമുണ്ടാക്കിയോ എന്ന് പരിശോധിക്കാനാണ് കോടതി നിർദ്ദേശം. കടലിന്റെ അടിത്തട്ടിൽ കപ്പൽ സൃഷ്ടിച്ച ആഘാതവും പരിശോധിക്കണം. വിദഗ്ധ പരിശോധന നടത്താൻ നാവികസേനയ്ക്ക് കഴിയുമോ എന്ന കാര്യം കോടതിയെ അറിയിക്കണം. വിദഗ്ധ ഏജൻസിയെയോ ശാസ്ത്രീയ പരിശോധന വിദഗ്ധരെയോ ഇതിനായി നിയോഗിക്കുകയും വേണം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നൽകിയ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി പ്രതിരോധ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടു. MSC എൽസ-3 കപ്പൽ അപകടത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണെന്ന് അറിയിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. കടലിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്ന് ടൺ കണക്കിന് രാസവസ്തുക്കളാണ് കടലിലേക്ക് ഒഴുകിയത്. ഇത് കടലിലുണ്ടാക്കിയ ആഘാതവും ആവാസ വ്യവസ്ഥയിലുണ്ടാക്കിയ മാറ്റവും ഇതുവരെ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.